തലൈക്കൂത്തൽ, ദയാവധം എന്ന പേരിൽ മനുഷ്യനെ അരുങ്കൊല ചെയ്യുന്ന പൈശാചിക രീതി. ആചാരത്തിൻ്റെ പരിവേഷം കൂടിയുണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്നും അതീവ രഹസ്യമായി നടത്തുന്ന ഈ കൊലപാതകങ്ങൾക്ക്. ബലം പ്രയോഗിച്ചോ നിർബന്ധപൂർവമോ നടപ്പിലാക്കുന്ന ദയാവധമാണ് തലൈക്കൂത്തൽ. തമിഴ്നാട് വിരുദുനഗർ ജില്ലയിലെ റെഡിയാർപട്ടി, ലക്ഷ്മിപുരം, മണ്ഡപശാല, മധുര ജില്ലയിലെ ഉസിലംപെട്ടി, തേനിയിലെ ആണ്ടിപ്പെട്ടി തുടങ്ങിയ ഗ്രാമങ്ങളിൽ അതീവ രഹസ്യവും ദുരൂഹവുമായി തലൈക്കൂത്തൽ ഇന്നും തുടരുന്നു. വൃദ്ധരായവരെ അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ കൊല ചെയ്യുന്ന പരമ്പരാഗത ആചാരമാണിത്. എണ്ണതേച്ച് കുളി എന്നർത്ഥം വരുന്ന തമിഴ് വാക്കാണ് തലൈക്കൂത്തൽ. വൃദ്ധരെ ഇങ്ങനെ മരണത്തിന് വിധിക്കുന്നത് ഭൂരിഭാഗവും അവരുടെ മക്കൾ തന്നെയാണ്. ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാത്തതും മാറാരോഗബാധിതരുമായ മാതാപിതാക്കളെ ഇപ്രകാരം വധിക്കുന്നത് പുണ്യമായി ഇന്നാട്ടുകാർ കരുതുന്നു. ചടങ്ങ് നടപ്പാക്കുന്ന ദിവസം വൃദ്ധരെ പുലർച്ചെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിരുത്തി ഉടലാസകലം നല്ലെണ്ണ ഒഴിക്കും. ഇങ്ങനെ മണിക്കൂറുകളോളം തലയിലൂടെ എണ്ണ ഒഴിച്ചു കഴിയുമ്പോഴേക്കും ഇര മൃതപ്രായനാകുന്നു. പിന്നീട് ശിരസിലൂടെ തണുത്ത ജലം ഒഴിക്കുന്നു. തുടർന്ന് നാടൻ വേദന സംഹാരികൾ ചേർത്ത് തയ്യാറാക്കിയ കരിക്കിൻ വെള്ളം വായിലൊഴിക്കും. ഇതോടെ അവരുടെ വൃക്കകളുടെ പ്രവർത്തനം താറുമാറാകുന്നു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇര പനിയോ ന്യൂമോണിയോ പിടിപെട്ട് മരണമടയുന്നു. ശരീര താപനില പെട്ടെന്ന് താഴ്ന്ന് ചിലപ്പോൾ ഹൃദയാഘാതം മൂലവും മരണം സംഭവിക്കുന്നു. മരണം കഴിഞ്ഞുള്ള 41 ദിവസം വീടിനകത്തെ ചായ്പിലോ മറ്റോ ഒരു മൺവിളക്ക് കെടാതെ കത്തിച്ചു വയ്ക്കുന്നു. ഈ വിളക്ക് തെളിക്കലാണ് തലൈക്കൂത്തലിന് വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പരിവേഷം നൽകുന്നത്. ഈ വൃദ്ധഹത്യയ്ക്ക് 25 വ്യത്യസ്തമായ രീതികളാണ് ഇവർ അവലംബിക്കുന്നത്. വെള്ളത്തിൽ മണ്ണ് കലക്കി കുടിപ്പിക്കുക, മൂക്കടച്ച് പാൽ കുടിപ്പിക്കുക, വിഷം കുത്തിവെക്കുക, അരളിവേര് അരച്ചു കൊടുക്കുക, ഇങ്ങനെ പല രീതികൾ. പല ഗ്രാമങ്ങളിലും പണം വാങ്ങി തലൈക്കൂത്തൽ നടത്താൻ പ്രത്യേകം ആളുകളുണ്ട്. മലമൂത്ര വിസർജനം നടത്താൻ പറ്റാതെയും പരസഹായമില്ലാതെ എണീറ്റ് നടക്കാൻ കഴിയാതെയുമുള്ള കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ വ്രണങ്ങളുടെ വേദനയിൽ പിടയുമ്പോൾ മരണത്തിന് കീഴടങ്ങുകയല്ലാതെ മുന്നിൽ മറ്റു വഴികളില്ല. അതുകൊണ്ടാണ് ദയാവധത്തിനായി അവർ കെഞ്ചുന്നത്. അവരുടെ യാചന കേട്ടാൽ മക്കൾ അതിനുള്ള വഴി തിരയും. കൂടി വന്നാൽ 1-2 ദിവസം മരിക്കേണ്ടവർ മരിച്ചിരിക്കും. വിരുദുനഗർ, മധുര, തേനി ജില്ലകളിലെ ഗ്രാമങ്ങളിൽ ദയാവധം ഇപ്പോഴും വ്യാപകമാണ്. അടുത്ത ബന്ധുക്കളും ഗ്രാമവാസികളുമല്ലാതെ പുറം ലോകം ഇതറിയില്ല. അതറിയാൻ അവർ സമ്മതിക്കില്ല. കാരണം അവർക്കും ഇതേ കൊലപാതകങ്ങൾ ചെയ്യേണ്ടി വരും. പരസ്പര സഹകരണം ഉറപ്പാക്കിയുള്ള നീചമായ ആചാരം. ഇത്തരം മരണങ്ങളിൽ പൊതുവെ പരാതികളില്ലാത്തതിനാൽ പോലീസ് കേസുകളും അപൂർവം. അതേസമയം സ്വത്ത് തട്ടിയെടുക്കുന്നതിനും വൃദ്ധമാതാപിതാക്കളെ ബാധിതയായി കാണുന്നവരും തലൈക്കൂത്തലിൻ്റെ സാധ്യത അരുങ്കൊലയ്ക്ക് ആചാരത്തിൻ്റെ ആവരണമാക്കുന്നുണ്ട്. അത്യാവശ്യം ആരോഗ്യമുള്ളവരെ പോലും ഇങ്ങനെ കൈകാലുകൾ ബന്ധിച്ച് കൊന്നു തള്ളാറുണ്ട്. കൊല്ലാനുള്ള ഗുളികകളും കീടനാശിനികളും ഗ്രാമങ്ങളിലെ വളം ഡിപ്പോകളിൽ ലഭ്യമാണ്. തെങ്ങിനെ നശിപ്പിക്കുന്ന വണ്ടുകളെ കൊല്ലാനുള്ള ഗുളികയാണ് ഇതിലൊന്ന്. കഞ്ഞിയിൽ ഗുളിക ചേർത്ത ശേഷം ഉണക്കമീൻ വറുത്ത് ഇതിലേക്കിട്ട് കലക്കി കൊടുക്കും. ഉണക്കമീനിൻ്റെ മണമുള്ളതിനാൽ കഴിക്കുന്നവർ കീടനാശിനിയുടെ ഗന്ധമോ രുചിയോ തിരിച്ചറിയില്ല. കഞ്ഞി കുടിച്ചു കിടന്നാൽ നല്ല ഉറക്കമായിരിക്കും. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണ് കണ്ണുകൾ അടയുന്നതെന്ന് മാത്രം. റെഡിയാർപട്ടിയിൽ പലയിടത്തും വിഷഗുളികകൾ വാഴപ്പഴത്തിനുള്ളിൽ വെച്ച് നൽകാറുമുണ്ട്.